അപ്പൊ അങ്ങനെ പ്രയത്നം നേടിയിരിക്കുകയാണ്. എമ്പുരാന്റെ ആദ്യത്തെ ടിക്കറ്റ് കിട്ടിയില്ലേ? ഫസ്റ്റത്തെ 2 ടിക്കറ്റാണ് ഇത് എമ്പുരാന്റെ. ബോക്സ് തുടങ്ങിയിട്ട് നമുക്ക് ആദ്യമായിട്ട് തന്നിരിക്കുകയാണ് ടിക്കറ്റ്. ജയ 2021 നമുക്ക് കറക്റ്റ് സെൻട്രൽ തന്നെ സീറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് ചെരുപ്പൊക്കെ തെറിച്ച് പോയി, ചെറുതായിട്ടൊക്കെ ഒന്ന് വീണു. വന്നാലും നമ്മൾ അതൊന്നും കാര്യമാക്കാണ്ട് നമ്മൾ എമ്പുരാന് വേണ്ടി ആ വീണെടുത്ത് എണീറ്റ് ഓടിപ്പോയി ക്യൂവിൽ നിന്ന് അതിന് നമ്മൾ ടിക്കറ്റ് എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇനി ആഘോഷമാണ് 27-ാം തീയതി ഫാൻ ഷോ കഴിഞ്ഞ ഉടനെയുള്ള ആദ്യത്തെ ഷോനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് 9:30. ഒരു ടിക്കറ്റാണോ നിങ്ങൾ എടുത്തിരിക്കുന്നത്? 2 ടിക്കറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 2 ടിക്കറ്റാണ്. ഒരാൾക്ക് 5 ടിക്കറ്റാണ് ഇവർ ഫസ്റ്റ് ദിവസം കൊടുക്കുന്നത്. ഈ തിരക്ക് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യണത്. അപ്പൊ അങ്ങനെ നമുക്ക് എത്ര മണിക്ക് വന്നിക്കണമായിരുന്നു കാലത്ത്? ഞാൻ രാവിലെ 7:10 വന്നതാ. 7:10 അല്ലേ? എമ്പുരാൻ ഞാൻ വേറെ അങ്ങനെ ഒരു സിനിമയ്ക്ക് വരാറില്ല കേട്ടോ. എമ്പുരാൻ എനിക്ക് എന്തായാലും ആദ്യ ദിവസം കാണുന്നത് ഞാൻ മാസങ്ങളായിട്ട് പ്രയത്നിച്ചായിരുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് രാഗത്തിൽ ഫാൻസുകാർ കുറച്ച് നിയന്ത്രണമൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫാൻ ഷോ ടിക്കറ്റ് അങ്ങനെ കിട്ടിയില്ല. അപ്പോൾ നമ്മൾ എന്തായാലും അത് കഴിഞ്ഞിട്ടുള്ള ആദ്യ ഷോ കാണണമല്ലോ എന്ന് വെച്ചിട്ടാണ് നമ്മൾ ഈ ടിക്കറ്റ് കഷ്ടപ്പെട്ട് നേടിയെടുത്തിരിക്കുന്നത്. അപ്പോൾ ലാലേട്ടൻ ഫാൻ ആയതുകൊണ്ടാണോ ഈ ഒരു സിനിമ? എന്തായാലും ചെറുപ്പം മുതൽ ലാലേട്ടനും പിന്നെ വിജയ് ഒരു കടുത്ത വിജയുടെ ലാലേട്ടൻ്റെ ആരാധകനാണ്. അപ്പോൾ വിജയ് ഫാൻസിലൊക്കെ നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ലാലേട്ടൻ്റെ ഫാൻസിൽ കയറണമെന്നുണ്ട്. അപ്പോൾ നമുക്ക് ലാലേട്ടൻ്റെ ഫാൻസിലുള്ള എല്ലാവരും അറിയാം. അഭിയേട്ടൻ ലാലേട്ടൻ ഫാൻസിൻ്റെ മെയിനാണ് തൃശ്ശൂരുള്ളത്. അപ്പോൾ അഭിയേട്ടനൊക്കെ നല്ല പരിചയമുണ്ട്. പക്ഷേ ഈ എമ്പുരാനായതുകൊണ്ടാണ് ഇവർ രാഗത്തിൽ നമുക്ക് ടിക്കറ്റ് കുറച്ച് നിയന്ത്രണം വെച്ചത്. അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ഷോയിൽ നമ്മൾ ടിക്കറ്റ് നേടി. അല്ല, ഈ ഓൺലൈൻ സൗകര്യം ഉണ്ടായിട്ട് അപ്പോൾ എന്തുകൊണ്ടാണ് വന്ന തിരക്കിലെടുക്കാന്നുള്ള ഒരു ഗുമ്മ? എൻ്റെ എന്താണെന്ന് വെച്ചാൽ ഓൺലൈനിൽ നമ്മൾ വെറുതെ 25 രൂപ എക്സ്ട്രാ കൊടുക്കണം. നമ്മൾ പണ്ടത്തെ ഒരു നിങ്ങൾ എല്ലാവർക്കും അറിയില്ല, ചേട്ടനൊക്കെ പണ്ടത്തെ ആൾക്കാരല്ല. അപ്പോൾ നമുക്ക് പണ്ടത്തെ ഒരു ആളെന്ന് വെച്ചാൽ നമ്മൾ ഗേറ്റ് തുറക്കുമ്പോൾ ആ തിക്കിൽ പോവുക, ആ തിരക്കിൽ നിന്ന് ടിക്കറ്റ് എടുക്കുക. ആ ടിക്കറ്റ് നമ്മൾ നേടുമ്പോൾ അതിനൊരു വേറൊരു ഫീലാണ്. അപ്പോൾ ഞാൻ കുറേ കാലമായിട്ട് എനിക്ക് ഇങ്ങനെ എല്ലാ സിനിമയ്ക്കൊന്നും വരാറില്ല. ഇങ്ങനെ വരണ സിനിമയ്ക്കൊക്കെ ഇങ്ങനെ എനിക്ക് നിന്നെടുക്കണം താല്പര്യം. അതിന് മുന്നിൽ ലിയോൻ ഇങ്ങനെ വന്നിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോൾ ഈ ഒരു സിനിമയ്ക്കാണ് ഞാൻ വരുന്നത് ഇങ്ങനെ ടിക്കറ്റ് എടുക്കാനായിട്ട്. എങ്ങനെയാണ് സിനിമയുടെ പ്രതീക്ഷ? എങ്ങനെയാണ്? ഞാനെന്താ അത്ര ഹൈപ്പൊന്നും കൊടുക്കുന്നില്ല. പൃഥ്വിരാജ് എന്നൊരു ഡയറക്ടർ, പൃഥ്വിരാജ് സുകുമാരൻ എന്ന് പറഞ്ഞൊരു ഡയറക്ടർ, ആളൊരു വിഷൻ, അതാണ് എമ്പുരാൻ. പൃഥ്വിരാജിനോടാണോ വിശ്വാസം എന്നുള്ളത്? അല്ല, പൃഥ്വിരാജിനോടും അങ്ങനെ പറയാൻ പറ്റില്ല. പൃഥ്വിരാജിനോടും വിശ്വാസമുണ്ട്, ടോട്ടൽ ക്രൂവിനോടൊരു വിശ്വാസമുണ്ട്. കാരണം അതിന് പണിയെടുത്ത എല്ലാവർക്കും ഒരേ വിലയാണ് സെറ്റിൽ കൊടുത്തിരിക്കുന്നത്. ലാലേട്ടൻ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞത് കേട്ടിട്ടുണ്ടല്ലോ, 400-500 പേരടങ്ങുന്ന ഒരു സെറ്റായിരുന്നു എമ്പുരാൻ. അപ്പോൾ അതിൽ വർക്ക് ചെയ്ത ഓരോ ആൾക്കും അതിൻ്റെ ഈക്വലായ ഇമ്പോർട്ടൻസ് അവർ കൊടുത്തിട്ടുണ്ട്. മെയിനായിട്ട് ഒരു ഡയറക്ടറിൻ്റെ വിഷനാണ് ഒരു സിനിമ. അപ്പോൾ ആ ഡയറക്ടറിനെയാണ് നമ്മൾ കാണേണ്ടത്. പിന്നെ മോഹൻലാൽ എന്ന് പറഞ്ഞ ആക്ടറിനെ എല്ലാവർക്കും അറിയാം, ഡയറക്ടേഴ്സ് ആക്ടർ എന്നാണ് പേര്. അപ്പോൾ ഡയറക്ടർ എന്താണോ മനസ്സിൽ കാണുന്നത് അതിൻ്റെ ഇരട്ടിയാണ് ലാലേട്ടൻ പെർഫോം ചെയ്യുക. അപ്പോൾ ആ ഒരു ഇതുകൊണ്ടാണ് ലാലേട്ടൻ്റെ ഫാൻ ബോയ്. പിന്നെ പൃഥ്വിരാജ് സുകുമാരൻ എന്ന് പറഞ്ഞ ഒരാളുടെ എനിക്ക് ഭയങ്കര ആക്ടറിനെ ഭയങ്കര ഇഷ്ടമാണ്. ആളുടെ ഒരു വിഷനാണ് എമ്പുരാൻ. അങ്ങനെ എല്ലാം കൊണ്ടാണ് ഞാൻ ഈ സിനിമയ്ക്ക് ഇത്രയും കഷ്ടപ്പെട്ടൊന്ന് ടിക്കറ്റ് എടുത്തത്. ടിക്കറ്റ് എടുക്കാൻ വന്നപ്പോൾ മുന്നേ കണ്ടിട്ടുള്ള ഒരു തിരക്ക് ഏത് സിനിമയ്ക്കായിരുന്നു? ഇങ്ങനെ ഞാൻ മുന്നേ കണ്ടിട്ടുള്ളത് ദൃശ്യം, പിന്നെ വിജയുടെ കത്തി, അതുപോലെ തന്നെ ലാലേട്ടൻ്റെ പുലിമുരുകൻ. ലാലേട്ടൻ്റെ പുലിമുരുകൻ്റെ ഈ തിരക്കൊന്നും ആയിരുന്നില്ല കേട്ടോ. പുലിമുരുകൻ്റെ തിരക്കെന്ന് പറയുമ്പോൾ നമ്മൾ ഇമാജിൻ ചെയ്യാൻ പറ്റുന്ന തിരക്കായിരുന്നു. അന്നൊക്കെ കുറേ ഞാൻ തന്നെ കണ്ടിട്ടുണ്ട്, കുറേ പേര് വാച്ചും ഫോണൊക്കെ തെറിച്ച് പോയി വീണ് പൊട്ടണതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു തിരക്ക് അതിനുശേഷം ഇന്നാണ് ഇങ്ങനെ ഒരു തിരക്ക് കാണുന്നത്. ആദ്യത്തെ ടിക്കറ്റ് കരസ്ഥമാക്കിയിരിക്കുകയാണ്. ആദ്യത്തെ 2 ടിക്കറ്റ്. അപ്പോൾ സിനിമയ്ക്കുള്ള എല്ലാ തയ്യാറെടുപ്പും നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇനി 27-ാം തീയതി വരെ ആഘോഷിച്ച് പോവാം. ഓക്കെ, അപ്പോൾ നമുക്ക് സിനിമ കാണാം. ഓക്കെ, താങ്ക് യു.